തന്ത്രവും മന്ത്രവും എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തന്ത്രത്തിൽ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ്. അതായത് ഇപ്പം ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ഇത് നമുക്ക് പൊതുവെ എല്ലാവർക്കും ഡൗട്ടുള്ളതാണ്. അപ്പം നമ്മൾ പലരും സൃഷ്ടിച്ചതാണെന്ന് പറയും അല്ലേ. ചിലർ പറയും ഈ ആകാശാത് വായോരഗ്നിരഗ്നിരാഭ പൃഥ്വി എന്ന് പറഞ്ഞിങ്ങനെ പഞ്ചീകരണ ക്രമത്തിലുണ്ടായി വന്നതാണ് എന്ന് പറയുന്നു. വേദാന്തത്തിൻ്റെ ക്രമത്തിൽ ആകാശം വായുവായി ഇങ്ങനെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്ത് വന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ പറയുന്ന ബിഗ് ബാങ് തിയറി ഉണ്ടല്ലോ, അതൊരു എക്സ്പ്ലോഷൻ അല്ല, ശരിക്കും എക്സ്പാൻഷനാണ്. അതാണ് ഈ ബിഗ് ബാങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഘനീഭവിച്ച് കിടന്നിരുന്ന ഒരു മൈക്രോ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് അത് വികസിച്ച് വന്നിട്ടാണ് ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും അല്ലേ. പ്രപഞ്ചം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണല്ലോ, വികസിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇത് തന്നെയാണ് തന്ത്രത്തിലും പറയുന്നത്. അതായത് നമ്മൾ ഈ യന്ത്രത്തിൻ്റെ നടുക്കൊരു കുത്ത് കണ്ടിട്ടില്ലേ, നമ്മൾ തകിട് യന്ത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നടുക്കൊരു കുത്തിടും. ഈ നടുക്കത്തെ കുത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ക്രമത്തിനെ സൃഷ്ടിക്രമം എന്ന് പറയും. അപ്പം ഇതേപോലെയാണ് സൃഷ്ടി വരുന്നതെന്ന് തന്ത്രം പറയുന്നുണ്ട്. ശബ്ദബ്രഹ്മോത്പത്തി എന്ന് പറയും. ഇത് തന്ത്രത്തിൽ അമൃത ബീജം എന്ന് പറയുന്ന ഒരു ബീജമുണ്ട്, ആദ്യത്തെ ബീജം. അത് ഠം എന്ന് പറയുന്ന ബീജം. ഈ ഠം എന്ന് പറയുന്നത് പൊട്ടിത്തെറിയുടെ സൗണ്ടാണല്ലോ. അപ്പം ഈ പോയിന്റായി കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെയാണ് അമൃത ബീജം എന്ന് പറയുന്നത്. ഈ ബീജാക്ഷരത്തെ ബേസ് ചെയ്തിട്ടാണ് ശാരദാതിലക തന്ത്രത്തിലെ ശബ്ദബ്രഹ്മോത്പത്തി എന്ന് പറഞ്ഞിട്ടൊരു പടലുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് മന്ത്രം ഉണ്ടായത്, എങ്ങനെയാണ് ശബ്ദം ഉണ്ടായത്, ഈ ശബ്ദം നമ്മളിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മളിൽ ഈ ശബ്ദം എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മന്ത്രത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ മന്ത്രം അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നൊക്കെ പറയും. അത് ഋഷീശ്വരന്മാർ പരീക്ഷിച്ച് അവർ കണ്ടെത്തി ഉണ്ടാക്കിയ സംഭവമാണ്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.